ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 6-ാം നമ്പർ ആണ് കേട്ടോ. 6-ാം നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ചിലയിടത്ത് ഇത് ഡയമണ്ട് കട്ട്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ 6-ാം നമ്പറും നിങ്ങളുടെ ഡയമണ്ട് കട്ട്സും ആയിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് 6-ാം നമ്പറിനുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം. മൈദ ഉപയോഗിച്ചാണ് കേട്ടോ 6-ാം നമ്പർ തയ്യാറാക്കുന്നത്. 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ളും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. എള്ളില്ലെങ്കിൽ ജീരകം അല്പം കൂട്ടിയിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. എനിക്കിവിടെ 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. മാവ് ഞാൻ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം എണ്ണ കൂടി ചേർത്ത് ഒന്നുകൂടി കുഴച്ചെടുക്കാം. നമ്മൾ 6-ാം നമ്പർ ഫ്രൈ ചെയ്യാൻ എടുക്കുന്ന അതേ എണ്ണ വേണം കേട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി നല്ലപോലെ കുഴച്ചെടുക്കാം. മാവ് കുഴച്ചതിന് ശേഷം ഇതിൻ്റെ പുറം ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി അല്പം കൂടി എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചൊരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് പരത്തിയെടുക്കാം. മാവ് കുഴച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി നല്ലപോലെ കുഴച്ചെടുക്കാം. ഇനി ഇത് സിലിണ്ടർ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് വെച്ച പീസസ് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് ഇത് പരത്തിയെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ മാവ് പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെ അത്രയും കനത്തിൽ പരത്തിയെടുക്കണ്ട, പറ്റുന്നത്രയും കനം കുറച്ച് വേണം ഇത് പരത്തിയെടുക്കാൻ. മാവ് ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ക്രോസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ ഒരു ഷേപ്പിലും തിക്നെസ്സിലും ആണ് ഇത് കിട്ടേണ്ടത്. ഷേപ്പ് റെഡി ആയില്ലെങ്കിലും കുഴപ്പമില്ല, തിക്നെസ് ഇതിനേക്കാൾ കൂടണ്ട. എല്ലാ മാവും ഇതുപോലെ പരത്തി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 6-ാം നമ്പർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എണ്ണ നല്ലപോലെ ചൂടായെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് വറുത്തെടുക്കാൻ. ഇതിൽ കൊള്ളുന്നത്രയും ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ ബാച്ചസ് ആയിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. എണ്ണയിലിട്ട് ഉടനെ തന്നെ ഇത് മേലോട്ട് പൊങ്ങി വരും. അതിനുശേഷം തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ കളർ ചെറുതായിട്ട് മാറി നല്ല ക്രിസ്പി ആവുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കട്ട് ചെയ്ത് വെച്ച ഡയമണ്ട്സ് എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ആറാം നമ്പർ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ബേക്കറികളിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റിയുമാണിത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമ്മുടെ 6-ാം നമ്പർ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.